ഏതായാലും തമിഴ്നാട് രാഷ്ട്രീയം ഒന്ന് കലങ്ങി മറിയുകയാണ്. അവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെ തന്നെ പോലീസ് പിടികൂടിയിരിക്കുക. അതും അധിക്ഷേപ പരാമർശത്തിൽ. അവിടെ നമ്മൾ ആ കേസ് നോക്കണം. അതായത് തൃശ്ശയുമായി ബന്ധപ്പെടുത്തി അധിക്ഷേപ പരാമർശം നടത്തിയെന്നുള്ളതാണ് നിലവിൽ അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റം. അതായത് കാവേരി നദീജല തർക്കത്തിൽ സംഘടിപ്പിച്ച അതുമായിട്ട് ബന്ധപ്പെട്ട സംഘടിപ്പിച്ച ഒരു പൊതു ചടങ്ങിലായിരുന്നു അദ്ദേഹം ഇത്തരത്തിലൊരു ഒരു പരാമർശം നടത്തിയത്. അത് ദ്വയാർത്ഥ പ്രയോഗമാണ്. അത് നമ്മളത് ദ്വയാർത്ഥമായതുകൊണ്ട് തന്നെ നമ്മളത് ആവർത്തിക്കുന്നില്ല, അത് നമ്മൾ പറയുന്നില്ല, അത് പറയാൻ പാടില്ലാത്ത അത് മോശമാണ്. ഒരിക്കലും നമ്മുടെ നാട്ടിലെ പൊതുപ്രവർത്തകർക്ക് പലർക്കും വളരെ അസുഖമാണ്. അതെ, മാത്രമല്ല ഇതിനകത്ത് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് ഇതൊക്കെ കോമഡി ആയിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞ കസ്റ്റഡിയിൽ നമ്മുടെ നാട്ടിലെ നിയമത്തിന് അതിനനുസരിക്കാൻ വയ്യ എന്നുള്ളതിന്റെ സൂചനയാണ്. അങ്ങനെയാണ്. മാത്രമല്ല പറഞ്ഞതിൽ തനിക്കൊരു കുറ്റബോധമില്ല എന്നുള്ളൊരു തോന്നലാവാം. ഞാൻ പറഞ്ഞത് തന്നെയാണെന്നുള്ള രീതിയിലാണ്. അത് ശരിയല്ലല്ലോ. ഈ നമ്മുടെയൊക്കെ വീട്ടിൽ നമുക്കൊക്കെ അമ്മയും സഹോദരിയൊക്കെ ഉണ്ട് എന്നുള്ള ചിന്ത, അല്ലെങ്കിൽ മക്കളോ പെൺമക്കളോ ഭാര്യയൊക്കെ ഉണ്ടെന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ ആരും ഇങ്ങനെയൊന്നും പറയില്ല. ഇയാളുടെ സിനിമയുടെ കൂടിയല്ലേ ഈ ഉദയനിധി സ്റ്റാലിൻ. സിനിമ നടനും നിർമ്മാതാവും ഒക്കെയാണ്. സ്റ്റാലിൻ്റെ മകനാണ്, കരുണാനിധിയുടെ കൊച്ചുമകനാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പരാമർശം ഒരിക്കലും ഒരു ഉത്തരവാദിത്തപ്പെട്ട പദവി ഇരിക്കുന്ന ഒരാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനേ പാടില്ലാത്തതാണ്. ഇവിടെ ഒരു പഴയ ചരിത്രം പിന്നെ ആവർത്തിക്കുകയാണല്ലേ. കരുണാനിധിയെ പോലീസ് പിടിച്ചത്, ഇദ്ദേഹത്തിൻ്റെ മുത്തശ്ശനെ കരുണാനിധിയെ പോലീസ് പിടികൂടിയത് അത് ഈ പരാമർശത്തിൻ്റെ പേരിൽ മറ്റു ചില കേസുകളുടെ പേരിലാണ്. പക്ഷേ അത് രാത്രി അദ്ദേഹം വീട്ടിൽ ഉറങ്ങി കിടക്കുന്ന സമയത്താണ് പോലീസ് എന്ന് പിടികൂടിയത്. അന്ന് ആ വീഡിയോ വലിയ തോതിൽ വൈറലായിരുന്നു. ഇദ്ദേഹം നിലവിളിക്കുന്നത്, എന്നെ കൊല്ലരുതെന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത്, അദ്ദേഹത്തെ തൂക്കിയെടുത്ത് ബലം പ്രയോഗിച്ച് കൊണ്ടുപോകുന്നു. അദ്ദേഹത്തിൻ്റെ മരുമകനായ മുരശലിമാരൻ, കേന്ദ്രമന്ത്രി, അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് മുരശലിമാരൻ വാജ്പേയി മന്ത്രിസഭയിൽ. മുരശലിമാരനെ ഒരു പോലീസ് ദിവസം തൂക്കിയെടുത്ത് തോളിട്ടുകൊണ്ട് പോകുന്നു. അദ്ദേഹം സുഖമില്ലാത്ത ആളാണ്, എന്താ രോഗിയൊക്കെ ആയിരുന്നു. ഇവിടെ പോകുന്നു. അന്ന് വലിയ തോതിലുള്ള വിവാദമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് എല്ലാവരും കരുണാനിധിയെ സപ്പോർട്ട് ചെയ്തേ ഉള്ളൂ. കാരണം അത് ഇങ്ങനെ അല്ലല്ലോ അറസ്റ്റ് ചെയ്യേണ്ട ഒരാളെ. അയാളെ പകൽ അറസ്റ്റ് ചെയ്യായിരുന്നല്ലോ. പാതിരാത്രി കൂടി പറഞ്ഞു കിടക്കുന്ന മനുഷ്യന്, പ്രായമായ ഒരു മനുഷ്യന് അത് ജയലളിതയ്ക്ക് അവരുടെ രാഷ്ട്രീയത്തിൽ ഒരുപാട് ദോഷം വരുത്തിച്ചു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അത് അബദ്ധമായ തീരുമാനം. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു തീരുമാനം അത്ര ദോഷകരമായിട്ട് തോന്നിക്കുന്നില്ല. അല്ല, ഇവിടെ അത് ഉദയനിധി സ്റ്റാലിൻ ചെയ്ത് ശരിയായില്ല എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത്. എന്താണ് വാവിട്ട വാക്കും കൈവിട്ടായതും എന്താ പറയുക, കൈവിട്ടായതും വാവിട്ട വാക്കും ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് നമ്മുടെ നാട്ടിൽ കേരളത്തിലെ ഏറ്റവും സാക്ഷരതയുള്ള ഈ കേരളത്തിലെ ചില രാഷ്ട്രീയ നേതാക്കന്മാർ നടത്തിയ മോശം പദപ്രയോഗങ്ങൾ അത് നമ്മൾ ആവർത്തിക്കുന്നില്ലെങ്കിൽ പോലും നമ്മുടെ വിജയരാഘവൻ ഒരിക്കൽ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ ബന്ധപ്പെട്ട് നടത്തിയ പരാമർശം നമ്മൾ കേട്ടാണ്. വളരെ മോശമായ ഭാഷ. ഇവർ വളരെ സ്വാഭാവികം എന്ന രീതിയിൽ വളരെ സാധാരണ രീതിയിൽ പറഞ്ഞിട്ട് ഒരു അശ്ലീല ചിരിയും കൂടെ ചിരിക്കും. ഇവരുടെ പലരുടെ രീതിയാണ്. എനിക്കൊന്നും ഇയാൾക്ക് സംഭവിച്ചതാണെന്നോ ഉദയനിധി സ്റ്റാലിൻ സംഭവിച്ചത്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഈ ഇത്തരം വിവാദ വിഷയങ്ങളൊക്കെ തന്നെ ഇത് അണികളെ കയ്യിലെടുക്കാനായിട്ട് പറയുന്ന ഒരു തരം ചീപ്പ് നമ്പറാണ്. അതെ, മണിയാശം 1 2 3 4 എന്ന് പറയുന്ന പോലെ വെറും ചീപ്പ് നമ്പർ. അത് തന്നെയാണ് ഇവിടെ ആവർത്തിച്ചത്. നമ്മൾ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാകും. അണികൾക്ക് അങ്ങ് ആവേശം കയറാൻ വേണ്ടി മറ്റുള്ളവരെ താറടിച്ച് കാണിക്കുക എന്നുള്ളൊരു നയം. ഇപ്പം പക്ഷേ അവിടുത്തേത് നമ്മുടെ കേരളത്തിലെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇവിടെ നാട്ടിലെ നേതാക്കന്മാർ ആത്മാർത്ഥത ഇല്ലാതെയാണ് മാപ്പ് പറയുന്നത്. അങ്ങനെയെങ്കിലും മാപ്പ് പറയുന്നു, ആത്മാർത്ഥത ഇല്ലാതെ തന്നെ. പക്ഷേ ഇവിടെ ഇത്തരം ഒരു സന്ദർഭത്തിൽ നിലവിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഉദയനിധി അതിനെക്കുറിച്ച് ന്യായീകരിച്ചെടുക്കുകയായിരുന്നു ഇവിടെ ചെയ്തത്. അതെനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണെന്നുള്ള. തമിഴ്നാട് നമുക്കറിയാം, തമിഴ് സ്ത്രീകളെ ഏറ്റവും ആദരിക്കുന്നു എന്ന് നമ്മൾ കരുതുന്ന സംസ്ഥാനമാണ്. അമ്മ എന്നാണ് സ്ത്രീകളെ വിളിക്കുന്നത്. അമ്മ, അച്ഛൻ പോലും മകളെ എന്നെ അമ്മ എന്നേ ചോദിക്കുകയുള്ളൂ. അതായത് അത്ര ആദരവോടുകൂടി സ്ത്രീകളെ കാണുന്ന ഒരു സംസ്ഥാനത്താണ്. അല്ലാത്ത ചില വിഷയങ്ങളുണ്ട്. ഇപ്പോൾ പെൺകുട്ടി ജനിച്ചാൽ കൊല്ലുന്ന ഗ്രാമങ്ങളൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ എങ്കിൽ പോലും സ്ത്രീകൾക്ക് അങ്ങേറ്റ ആദരവ് കിട്ടുന്ന, എല്ലാവരും ബഹുമാനത്തോടെ കാണുന്ന ഒരു സമൂഹത്തിൽ ഇത്തരം പരാമർശം, അത് അറിയപ്പെടുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പരസ്യമായി ഒരു ദ്വയാർത്ഥ പ്രയോഗം നടത്തുക എന്ന് പറഞ്ഞാൽ ശരി. അല്ലെങ്കിൽ ദ്വയാർത്ഥ പ്രയോഗം ഒരിക്കലും നമ്മുടെ പൊതുപ്രവർത്തകരോ അത് സിനിമയൊക്കെ പോലെയുള്ള വളരെ സെലിബ്രിറ്റീസ് ഒരാൾ പറഞ്ഞാൽ ശരിയല്ല. നമ്മുടെ നാട്ടിൽ പലർക്കും അസുഖമുണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ. എങ്കിൽ പോലും അതിന് പിന്നീട് അവർ മാപ്പ് പറഞ്ഞിട്ടുണ്ട്, മാപ്പ് പറയാൻ നിർബന്ധിതരായിട്ടുണ്ട്. ചിലരൊക്കെ അറസ്റ്റിലും ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ ഒരു സന്ദർഭം ഇന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു സിനിമാ സ്റ്റൈലിലായിരുന്നു ഇവിടുത്തെ എല്ലാ നീക്കങ്ങളും. എല്ലാം ഒരു നാടകീയ സ്വഭാവം ഈ കസ്റ്റഡി എടുക്കുന്നതിന് എല്ലാത്തിനും തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാണ്ട് ഇന്ന് അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ നിന്ന് പരിഗണിക്കാനിരിക്കെയാണ് പോലീസ് അതിനു മുന്നേ അദ്ദേഹത്തെ പരിഗണിക്കാനിരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തെ പോലീസ് പിടികൂടിയത്. നമ്മൾ ഈ തമിഴ് സിനിമകളിൽ കാണുന്നത് പോലത്തെ ഒരു റിയാലിറ്റി അല്ല, അതിപ്പോഴും തമിഴ്നാട്ടിൽ ഇതൊരു വളരെ വിചിത്രമായൊരു കാര്യമാണ്. കാരണം ഈ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അവരെ ഈ ഭരണകക്ഷിയായിരിക്കുന്ന പരമാവധി ടോർച്ചർ ചെയ്യും. അത് കഴിഞ്ഞ് അയാൾ ഭരണകക്ഷിയാകുമ്പോൾ അയാൾ തിരിച്ചു ചെയ്യും. ഇത് നമ്മൾ ജയലളിതരും കരുണാനിധിയുടെയൊക്കെ കാര്യത്തിൽ പല തവണ കണ്ടാണ്. പക്ഷേ എംജിആറിൻ്റെ കാലത്ത് അത്തരത്തിലുള്ള അതൊന്നും ചെയ്തിട്ടില്ല. എംജിആറും കരുണാനിധിയും തമ്മിൽ തെറ്റി. എംജിആർ പിന്നീട് മുഖ്യമന്ത്രി, കരുണാനിധി പ്രതിപക്ഷമായിരുന്ന സമയത്ത് പോലും
എം.ജി.ആർ ഒരിക്കലും ആ ഒരു രീതിയിൽ കൈകാര്യം ചെയ്തിട്ടില്ല കരുണാനിധി. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു വ്യക്തിവൈരാഗ്യം തീർക്കലല്ല വിജയോട് സംഭവിച്ചിരിക്കുന്നത്. കാരണം മാത്രമല്ല അദ്ദേഹം എന്താണ് അതിലൊരു തെറ്റ് ആർക്കും അങ്ങനെ പൊതുവെ ചൂണ്ടിക്കാണി, നമ്മൾ മറ്റുള്ള വിഷയങ്ങളിൽ നമുക്ക് പറയാം രാഷ്ട്രീയ വൈരാഗ്യം എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാമെങ്കിൽ ആരോപിക്കാമെങ്കിലും ഇവിടെ അത്തരത്തിലുള്ള ഒരു തരത്തിലും ഇവിടെ ഒരു ന്യായീകരണം അർഹിക്കുന്നില്ല. അല്ല, വിജയവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള ചില അഭ്യൂഹങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ആരും സ്ഥിരീകരിച്ചിട്ടൊന്നുമില്ല. വിജയൻ്റെ കുടുംബജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായോ, അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഈ സ്ത്രീയായി ബന്ധപ്പെട്ട് ഈ നടിയെ ബന്ധപ്പെട്ട് അങ്ങനെ ആധികാരികമായ ഒരു വാർത്തയും പുറത്ത് വരാത്തത്തോളം കാലം അവരുടെ പേര് സൂചിപ്പിച്ചുകൊണ്ട് അശ്ലീലപരമായ രീതിയിൽ പ്രസംഗം നടത്തുന്നത് തെറ്റ് തന്നെയാണ്. നിർബന്ധമായി കേസെടുക്കണം. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ പറയാം, ഈ രാഷ്ട്രീയക്കാർക്കുള്ള ഒരു പൊതുധാരണ, നമ്മൾ ഈ ആളുകളെ നേതാക്കന്മാരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് രാഷ്ട്രീയത്തിന്റെ ഒരു ശൈലിയായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അത് മാറേണ്ട ഒരു കാലം കഴിഞ്ഞു. കാരണം വ്യക്തി അധിക്ഷേപം അല്ല വേണ്ടത്. അവരുടെ നയങ്ങളെ വിമർശിക്കാം, അവർ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളെ വിമർശിക്കാം, അത്തരത്തിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള വിമർശനമാണ് വേണ്ടത്. പക്ഷേ വ്യക്തിപരം, നമ്മൾ അതിന് ഉദാഹരണം പറയുകയാണ്, ഉമ്മൻചാണ്ടി ഏറ്റവും കൂടുതൽ വ്യക്തി അധിക്ഷേപം നേരിട്ട ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹം. അപ്പം അന്ന് പലരും എതിർപക്ഷത്തുള്ളവരും ജീവിച്ചിരിക്കുന്നവരും ഉള്ളവരും എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വ്യക്തി അധിക്ഷേപത്തിൽ നിന്ന് രാഷ്ട്രീയം കുറെ കൂടി മാറണം എന്നുള്ളത്. ഉമ്മൻചാണ്ടി ദേഷ്യപ്പെടുകയോ മോശമായ ഭാഷ ആരെങ്കിലും കുറിച്ച് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടോ? കേൾക്കാനാരങ്ങനെ പറയാറുണ്ട്? ആരും പറയാറില്ല. അവരാരും പറയാറില്ല. എല്ലാവരും പരമാവധി മാന്യ ഭാഷയിൽ തന്നെയാണ് സംസാരിക്കാറുണ്ട്. അത് വർഷങ്ങൾക്ക് മുമ്പ് പി.കെ. വാസുദേവൻ നമ്മുടെ മുൻ മുഖ്യമന്ത്രി അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് 2001 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഞങ്ങൾ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോയിരുന്നു. ഞാൻ എൻ്റെ സുഹൃത്ത് ഗോപികൃഷ്ണൻ, ഇപ്പോൾ 24 ന്യൂസിലുള്ള ഗോപികൃഷ്ണൻ കൂടെ പി.കെ. ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോയിരുന്നു. അന്ന് അദ്ദേഹം CPI സംസ്ഥാന സെക്രട്ടറി ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ പ്രമുഖരുടെ ആദ്യ തെരഞ്ഞെടുപ്പാണ് നമ്മൾ ഒരു വിഷയമാക്കിയിരുന്നത്. അപ്പോൾ അദ്ദേഹം ആദ്യമായി മത്സരിച്ച തിരുവല്ലയിലാണ് മത്സരിച്ചത്. ദ്വയാംഗ മണ്ഡലം മറ്റായിരുന്നു പാർലമെൻറ്റിലേക്ക് മത്സരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന ഒരാൾ, അതിൻ്റെ പേര് അങ്ങ് മറന്നുപോയി, അദ്ദേഹം കുറച്ചൊരു അല്പാക്രമവും പ്രശ്നമൊക്കെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. അതിന് പി.കെ. ഞങ്ങളടുത്ത് വിശേഷിപ്പിച്ച് എങ്ങനെയാണെന്നറിയാമോ? എൻ്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന ആൾ ഈ ജനാധിപത്യപരമായ കാര്യങ്ങളിലൊന്നും വലിയ വിശ്വാസമുള്ള ഒരാളായിരുന്നില്ല എന്നാണ്. ആൾ കുഴപ്പക്കാരനായിരുന്നു എന്നുള്ളത് എത്ര മാന്യമായ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞു. എൻ്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന ആൾ ഈ പറഞ്ഞ ഇവരൊക്കെ പറയുന്ന ഭാഷയിലാണ് അവരൊക്കെ പറഞ്ഞത്. എത്ര മാന്യമായിട്ട് വന്നു. ജനാധിപത്യപരമായ കാര്യങ്ങൾ വലിയ വിശ്വാസമില്ലായിരുന്നു പറഞ്ഞാൽ കുഴപ്പമുണ്ടാക്കുന്ന ആളെന്നാണ് എൻ്റെ അർത്ഥം. എങ്കിൽ പോലും മാന്യ ഭാഷയിൽ പറഞ്ഞു. നമ്മൾ നിയമസഭയിൽ തന്നെ ഈ പല അംഗങ്ങളും പലപ്പോഴും നടത്തിയ പരാമർശങ്ങൾ രേഖകളിൽ നീക്കം ചെയ്തിട്ടുണ്ട്. വളരെ മോശമായ ഭാഷയിൽ സംസാരിച്ചിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ കുറച്ചെങ്കിലും ഒരു മാറ്റം വരുന്നത് നമ്മുടെ യുവ രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് അത്തരത്തിൽ അവർ പഴയ അത്തരം വ്യക്തി അധിക്ഷേപത്തിൽ നിന്ന് മാറി നടക്കുന്ന ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ടെന്നുള്ളത് ഒരു ആശ്വാസകരമാണ്. പക്ഷേ തമിഴ്നാട്ടിൽ നമ്മൾ ഇത്തരം ഒരു പരാമർശം നടത്തിയത് അധികം പ്രായമുള്ളൊരു നേതാവൊന്നുമല്ല. അതാണ് ചെറുപ്പക്കാരനായ ഒരാൾ, സിനിമാ നടനാണ്, സിനിമാ നിർമ്മാതാവാണ്, അയാൾ അങ്ങനെ ഒരു സെലിബ്രിറ്റിയാണ്. രണ്ട് രീതിയിൽ കുറച്ചും കൂടി ലോകം കണ്ടിട്ടുള്ള ആൾ. മാത്രമല്ല കരുണാനിധി പുറന്ന് വലിയൊരു ലെഗസിയുടെ പിൻഗാമിയായി വന്ന ഒരാൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു പ്രസംഗം നടത്താൻ പാടില്ലായിരുന്നു. അത് തെറ്റ് തന്നെയാണ് അയാൾ ചെയ്തത്. അയാളെ വലിയ ഉചിതമായ നടപടി തന്നെ സ്വീകരിക്കണം. ഇക്കാര്യത്തിൽ നമ്മൾ 100% നമ്മൾ വിജയൻ്റെ അല്ലെങ്കിൽ ആ സംസ്ഥാന സർക്കാരിൻ്റെ പോലീസിൻ്റെ ഒപ്പം തന്നെ നിൽക്കണം. ഇത് പക്ഷേ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കേസ് അധികമായി നിലനിൽക്കില്ല എന്നുള്ള നിയമവശം നോക്കിയാൽ ഒരു പക്ഷേ അധികം നിലനിൽക്കാൻ സാധ്യതയില്ല. പക്ഷേ വകുപ്പുകളാണ്, ജാമ്യം കിട്ടുന്ന വകുപ്പ് തന്നെ ആയിരിക്കും, അങ്ങനെ പ്രശ്നമൊന്നും കാണില്ലായിരിക്കും. പക്ഷേ എങ്കിൽ പോലും ഇവരൊക്കെ ഭാവിയിൽ തമിഴ്നാട് നയിക്കേണ്ടവരാണ്. വിജയ് എല്ലാ കാലം മുഖ്യമന്ത്രി ആക്കണമെന്നില്ല. നാളെ ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രി ആവേണ്ട ആളാണ് ഈ ഉദയനിധി സ്റ്റാലിൻ. അത് പ്രദേശ നേതാവാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരാൾ തന്നെ ഇമാതിരി പരാമർശം നടത്തുക എന്ന് പറഞ്ഞത് അത് വളരെ മോശമാണ്. അതൊരിക്കലും അവരുടെ പദവിക്ക് ചേരുന്നതല്ല. അവരുടെ പദവിക്ക് ചേരുന്നതല്ല. അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. നമ്മളിരിക്കുന്ന പദവിയെ നമ്മൾ ആദരിക്കണം. നമ്മൾ അത് വെച്ച് വേണം എല്ലാവരോടും സംസാരിക്കാൻ. അതല്ലാതെ ഞാൻ കസേര കയറിയിരിക്കണം, അതുകൊണ്ട് എല്ലാവരും ഞാൻ ആക്ഷേപിക്കുമെന്നുള്ളത് മോശ ഭാഷ സ്ത്രീകളെ ഇത്തരത്തിൽ ഇത് ദ്വയാർത്ഥ പ്രയോഗം നടത്തുക എന്ന് പറഞ്ഞാൽ ലൈംഗിക അധിക്ഷേപം തന്നെയാണത് ശരിക്കും പറഞ്ഞാൽ. ഇവിടെ നമ്മൾ ഒരു നേതാവ് എന്ന നിലയിൽ വിജയുടെ ഒരു മൈലേജ് കൂട്ടുകയും കൂടി ചെയ്യുന്ന ഒരു സംഭവമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. കാരണം എത്ര വലിയവനാണെങ്കിലും തൂക്കിയെടുത്തിട്ട് അകത്തെടുക്കും എന്നുള്ളതിൻ്റെ ഒരു നല്ലതാണ്. അത് വിജയനെക്കുറിച്ചാണെങ്കിലും നാളെ എങ്കിലും അവിടുത്തെ സാധാരണ പ്രാദേശിക നേതാവിനെക്കുറിച്ചാണ് ഇത്തരം പരാമർശം നടത്തിയാൽ പോലും അവരൊരു നടപടി എടുക്കുക തന്നെ വേണം. അതല്ലാത്തിടത്തോളം നമ്മുടെ നാട്ടിൽ ഈ പൊതുപ്രവർത്തകർ പലരും ഇനി ഇതുപോലുള്ള തെറ്റുകൾ ആവർത്തിക്കാൻ തന്നെ ശ്രമിക്കും.